ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. നമ്മളെല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പം യൂട്യൂബിനകത്തോടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് തന്നെ. അപ്പം അത് വേറൊരു കണ്ടൻ്റ് ആയിരുന്നു, ഇത് വേറൊരു കണ്ടൻ്റാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മളെല്ലാവരും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു മ്യൂസിക് വേണം അല്ലേ? ഈ മ്യൂസിക്കിന് വേണ്ടി നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് എവിടെയാണ്? യൂട്യൂബിനെയാണ്. അപ്പം എങ്ങനെ പോയാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും യൂട്യൂബിനകത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി മ്യൂസിക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിഡിലിനായിട്ട് നമുക്ക് റവന്യൂ ചെയ്യുകയും ചെയ്യാം, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾ നോക്കിയേ, നല്ല വാച്ചവേഴ്സാണ് നിങ്ങൾക്ക് 2 മില്യൺ വ്യൂവേഴ്സാണ് 4 മന്ത്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 1.1 മില്യൺസ്, 6.4 മില്യൺ വാച്ചിങ്. അത് ലൈവ് വീഡിയോസാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ 413K വ്യൂവേഴ്സ് 4 മന്ത്സിൽ, അങ്ങനെ ഇഷ്ടം 3.8 അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മ്യൂസിക്കിനൊപ്പം കുറച്ച് വീഡിയോസും കൂടെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് എമൗണ്ട് ഏൺ ചെയ്യാം. ഇത് ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നായിരിക്കും കേട്ടോ. അപ്പം ഇതിനു വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫ്രീ മ്യൂസിക്കാണ് വേണ്ടത്. ഈ ഫ്രീ മ്യൂസിക് കിട്ടാൻ വേണ്ടി നമുക്ക് ബെൻസൗണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, ഞാൻ സ്ക്രീനിൽ കാണിച്ചോളൂ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസൗണ്ട് എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ ഫ്രീ മ്യൂസിക് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കിട്ടും. അതിൻ്റെ ഇത് 2.52 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു വലിയ ഡ്യൂറേഷനാണ്. അപ്പോൾ മ്യൂസിക് മാത്രം യൂട്യൂബിന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളെന്തൊരു വീഡിയോ കൂടെ വേണം അല്ലേ? വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇഷ്ടംമാതിരി വെബ്സൈറ്റുകളുണ്ട്. പക്ഷേ ഒരു ഫെമിലിയർ ആയിട്ടുള്ള വെബ്സൈറ്റിന് പെക്സൽസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിക്സാബി ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ മെഡിറ്റേഷനിന് പറ്റിയിട്ടുള്ള ഇഷ്ടംമാതിരി വീഡിയോസ് നമുക്ക് ഇടും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും വേണം. ചിലർ പ്രീമിയർ യൂസ് ചെയ്യും, ചിലർ FCP യൂസ് ചെയ്യും, ചിലർ സോണി വെഗാസ് യൂസ് ചെയ്യും, ചിലർ എഡ്യൂസ് യൂസ് ചെയ്യും. അങ്ങനെ VN അങ്ങനെ ഇഷ്ടംമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളും നമുക്കുണ്ട്. അപ്പം ഇതൊരു ചെറിയൊരു മൊബൈലിൻ്റെ സഹായത്തോടെ നമുക്ക് സിമ്പിളായിട്ട് യൂട്യൂബ് വഴി നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കുക. പുതിയ ആൾക്കാർ ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബിനകത്ത് ഇതേപോലെയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ എമൗണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഞാനത് ഓൾറെഡി ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പം ഇതേപോലെയുള്ള ടിപ്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കൊണ്ട് വരുന്നോണം വരെ ഓക്കെ, ബൈ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ടൊന്ന് പറയാം. ഓക്കെ.